തട്ടിപ്പുകാർ ഓരോ ദിവസവും പുതിയ രീതികളാണ് കണ്ടെത്തുന്നത്. ഇത്തരമൊരു തട്ടിപ്പാണ് മലപ്പുറത്ത് നടന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിപ്പിനെത്തിയ ദമ്പതിമാർ നിലമ്പൂരിൽ പിടിയിലായിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശികളായ ധർമ്മരാജൻ, ഭാര്യ സുബൈദ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയും ഭക്ഷണം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. തട്ടിപ്പ് മനസ്സിലായതോടെ നാട്ടുകാർ തടഞ്ഞുവെച്ചാണ് പോലീസിനെ ഏൽപ്പിച്ചത്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിൽ ഉച്ചയ്ക്ക് 12:45 നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാണ് ധർമ്മരാജനും സുബൈദയും ഹോട്ടലിലെത്തിയത്. ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിനായി അത്യാവശ്യം തിരക്കുമുണ്ടായിരുന്നു. കടയിലെത്തിയ ഇരുവരും ഹോട്ടലുടമ അത്തിമണ്ണിൽ ഷാനവാസിനോട് ലൈസൻസ് കാണിക്കാൻ ആവശ്യപ്പെട്ടു. ലൈസൻസ് കാണിച്ചതും കാലാവധി തീരാറായെന്ന് പറഞ്ഞ് പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. തിരക്കുള്ള സമയമാണ്, ശല്യപ്പെടുത്തരുതെന്ന് ഷാനവാസ് പറഞ്ഞെങ്കിലും കേട്ടില്ല. രാവിലെ ഉണ്ടാക്കിയ പപ്സ് മുറിച്ചു നോക്കി പഴയതാണെന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഇതിനിടെ ഓരോ ഊണും ബിരിയാണിയും പാഴ്സൽ പറഞ്ഞ ശേഷം അലമാരിയിലെ ഭക്ഷണ സാധനങ്ങൾ പാത്രത്തോടെ എടുത്ത് നിലത്തെറിയുകയും ചെയ്തു. ഈ സമയം അവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ മുൻ ഹോട്ടലുടമ തെയ്യത്തുംകാവിൽ മുനീറിന് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാണ് വഴിത്തിരിവായത്. മുഷ്ടി ചുരുട്ടി മേശയിലിടിച്ച് സുബൈദ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും 3 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മുനീർ വിട്ടുകൊടുക്കാതെ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെട്ടു. ഇവർ നൽകിയ തിരിച്ചറിയൽ രേഖയിലാണ് കള്ളി വെളിച്ചത്തായത്. രേഖ പരിശോധിച്ചപ്പോൾ പ്ലേസ്മെന്റ് സർവീസ് സ്ഥാപനത്തിലെ വീട്ടുജോലിക്കാരിയാണെന്ന് മനസ്സിലായി. ഇതോടെ നാട്ടുകാർ ചേർന്ന ഇരുവരെയും തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. നിലമ്പൂർ SI തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ CPOമാരായ P ദീപ, K അജേഷ് എന്നിവരെത്തി തട്ടിപ്പുകാരെ കസ്റ്റഡിയിലെടുത്തു. ആൾമാറാട്ടത്തിന് കേസെടുത്ത പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ.